അപ്പൊ ഇന്ന് കാലത്ത് കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് രാമക്ഷേത്രം. അതായത് അയോധ്യയിലത്തെ രാമക്ഷേത്രത്തില് 60 കിലോന്റെ വെള്ളിക്കട്ടകൾ കാണാനില്ല. അപ്പൊ 60 കിലോ വെള്ളിക്കട്ടകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 കോടിയുടെ വെള്ളിക്കട്ടകൾ. അപ്പൊ അത് ഈ വന്നേക്കണ ന്യൂസ് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലാണ്. അതിലൊരു കൗതുകമുണ്ട്, അതിനെ കുറിച്ച് പറയാം. അപ്പൊ ഈ ഉത്തർപ്രദേശിലത്തെ ഒരു ക്ഷേത്രമാണ് രാമക്ഷേത്രം, അയോധ്യയിലത്തെ. അപ്പൊ ഈ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ യോഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗുണ്ടകളൊക്കെ വെടിവെച്ച് കൊല്ല, മയക്കുമരുന്നിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ BJP PR ഉപയോഗിച്ചൊരു മെയിൻ ആളാണ് യോഗി. അതായത് അടിപൊളി സ്ഥലമാണ് ഉത്തർപ്രദേശ്. യോഗി മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഒരു ഈച്ച പോലും അവിടെ അനങ്ങില്ല, കോഴി വരെ യോഗി വരെ മുട്ടിടില്ല എന്ന് വരെ പറയും BJP. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇന്ന് നടന്നേക്കണേ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ മൂക്കിന് തുമ്പത്ത്. കാരണം അവിടെ ഭരിക്കുന്നത് BJP, ഇന്ത്യ ഭരിക്കുന്നത് BJP. അവിടെ കോൺഗ്രസ് പോയിട്ട് CPM പോയിട്ട് അവിടെ ഒരു വേറെ പാർട്ടിയുടെ പൊടി പോലും ഉണ്ടാവില്ല. കോൺഗ്രസ് ഇത്തിരി വേണ്ടി ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ ഒരു മുസ്ലിമോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോ, BJP അല്ലാത്തൊരു വ്യക്തിയോ ഇതിന് തുനിയില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കഴുത്തിന് മേലെ തലയുണ്ടാവില്ല. അപ്പൊ അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ട് BJPയുടെ റൂളിംഗ് സ്റ്റേറ്റിൽ ഈ നടന്നേക്കുന്ന സംഭവമാണിത്. വാർത്തകളിൽ മനസ്സിലാക്കണത് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കൊള്ളകളിലേക്ക് കിടക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ വലിയ ഭീമമായ എമൗണ്ടിലേക്കും പോവും. വെള്ളി മാത്രമല്ല, സ്വർണവും കട്ടുണ്ട്, പൈസയും കട്ടണമെന്നൊക്കെ ന്യൂസിൽ വരുന്നുണ്ട്. പക്ഷെ ഇതാണ് ഇപ്പൊ സ്ഥിരീകരിച്ചേക്കണത്, 60 കിലോ വെള്ളിക്കട്ടകൾ. അപ്പൊ അത് ആൾക്കാർ മനസ്സിലാകായിരുന്നു വെച്ചാൽ ഇത് ഇത്രയും പ്രസക്തമായിട്ട് ഇവിടെ ചർച്ചയിലാവണ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ 1-2 വർഷമായിട്ടില്ല, ഒരു വർഷമൊക്കെ ആയിട്ട് കേരളത്തില് ചർച്ചയായിട്ടുള്ള വലിയൊരു സംഭവമാണ് ശബരിമലയിലത്തെ സ്വർണ്ണക്കൊള്ള. അപ്പൊ അത് CPM വലിയൊരു അടിയായിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷന് CPM ഇത്ര വലിയ തോൽവി ഉണ്ടാവാനൊരു വലിയ കാര്യം ഇതും കൂടിയാ. വലിയ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, സ്വർണം കട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ, ഇനി പാട്ടൊക്കെ മാറ്റിയെടുത്തേണ്ടി വരും, പറഞ്ഞ മനസ്സിലായ. അപ്പൊ ആ സമയത്ത് BJPക്കാരൊക്കെ പറഞ്ഞാൽ ഈ ക്ഷേത്രം തുടങ്ങിയ സംഭവങ്ങൾ CPM പോലത്തെ പാർട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ഹിന്ദുക്കളുടെ കയ്യിലേക്ക് കൊടുക്കണം എന്നാണ് അവർ പറയണത്. അപ്പൊ ഇപ്പൊ ആൾക്കാർ കമന്റ് ചെയ്യാണ്ട്, അതായത് ഹിന്ദുക്കൾക്ക് കൊടുത്തതിന് ഹിന്ദുക്കൾക്ക് എളുപ്പമായി കക്കാന്നാണ് ആൾക്കാർ പറയണത്, പറഞ്ഞ മനസ്സിലായ. അപ്പൊ അതുപോലെ ഇപ്പൊ BJPയുടെ 3 MLA അവര് നിയമസഭയിൽ ഈ ശബരിമലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉന്നയിക്കും, കോൺഗ്രസിനൊക്കെ കൂടുതൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം വേറെയാണ്. കാരണം അവർക്ക് ഈ CPM ഹിന്ദു വോട്ടുകളൊക്കെ എങ്ങനെയും BJPക്ക് തന്നെ എത്തണം. അപ്പൊ അതിന് അവർക്ക് ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളുടെ ആചാരം അല്ലെങ്കിൽ ശബരിമല പോലത്തെ ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിക്കുക ഹിന്ദുക്കളാണെന്നുള്ള ഒരു പ്രതീതി വരുത്താനാണ് അവർ നോക്കണേ. അപ്പോൾ ഹിന്ദുക്കൾ CPM നിന്ന് BJPക്ക് വരണം. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ അവർക്ക് വലിയ അടിയാവും. ഇത് പിന്നെ വരും ദിവസങ്ങളിൽ CPM കോൺഗ്രസ് ഒക്കെ വലിയ ആയുധമാക്കാനുള്ള ചാൻസ് ഉണ്ട്, പറഞ്ഞ മനസ്സിലായ. അല്ല, ആയുധമാക്കും. കാരണം ഇപ്പൊ 60 കിലോ ഈ 1.5 കോടിയുടെ വെള്ളികൾ മാറി ഇനിയിപ്പോ 60 കിലോ സ്വർണ്ണ കേൾക്കാൻ എത്ര എമൗണ്ടായി, വലിയ എമൗണ്ടായി, പറഞ്ഞ മനസ്സിലായ. അപ്പൊ ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ ശബരിമല കൊള്ള നടന്നപ്പോഴൊക്കെ ആൾക്കാർ പറഞ്ഞു കേരളം നശിച്ചു, കേരളത്തിൽ മാത്രമുള്ള ഹിന്ദുക്കൾക്ക് ഇത്തരം പ്രശ്നമൊക്കെ. ഈ കേരളത്തിന് പുറത്തു പോയ CPM ഒരു പൊടി പോലും ഇല്ല. കോൺഗ്രസ് ഈ കുറച്ച് സൗത്ത് സ്റ്റേറ്റ്സിലൊക്കെ ഉണ്ടെങ്കിലും നോർത്തില് BJP ഹിന്ദുക്കൾ അറിയാണ്ട് ഒരു ഈച്ച പോലെ അനങ്ങില്ല. അല്ലാണ്ടൊരു കാര്യം ചെയ്യാൻ വേറൊരാൾ തുനിയില്ല. കാരണം അതിനുള്ള ധൈര്യം ആൾക്കില്ല, പറഞ്ഞ മനസ്സിലായ. ഇപ്പൊ കേരളത്തിലായതുകൊണ്ട് കേരളത്തിൽ ഈ CPM BJPയും കോൺഗ്രസിനൊക്കെ മീഡിയ ഉണ്ട്. കേരളത്തിൽ ഒരു പാർട്ടിക്കാർ കള്ളത്തരം ചെയ്ത മറ്റു പാർട്ടികൾ കുത്തിപ്പൊക്കാനും അല്ലെങ്കിൽ ആ ഒരു മീഡിയ ഫ്രീഡം ഒരു പരിധി ഒരു കേരളത്തിലുണ്ട്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല, പറഞ്ഞ മനസ്സിലാവും. അത് ആൾക്കാർ മനസ്സിലാവണം. കേരളത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിന് വില മനസ്സിലാവില്ല. മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനപ്പുറം കൊള്ളകളും സംഭവം നടക്കുന്നുണ്ട്, പറഞ്ഞ മനസ്സിലായി. അത് നിങ്ങൾ അറിയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്വിറ്റർ ഒക്കെ യൂസ് ചെയ്യുന്ന ഇത്രയും നമുക്ക് സെൻസർ ചെയ്യാണ്ട് ന്യൂസ് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പോ ഏഷ്യാനെറ്റ് മാത്രം കാണുന്ന ഒരു വ്യക്തിക്ക് കേരളം മോശമെന്ന് മാത്രമേ തോന്നുള്ളൂ, പറഞ്ഞ മനസ്സിലായി. കാരണം അവരുടെ അജണ്ട അതാണ്, അത് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ അതില് ഇപ്പൊ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ചാനലാണ്. അപ്പൊ അതിൽ ഈ വാർത്ത വരുമ്പോൾ അതിന് വേറെ കൗതുകം, ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അപ്പൊ ആൾക്കാര് ശ്രദ്ധിക്കുക, അതായത് ഈ കൊള്ള അല്ലെങ്കിൽ അത് ശബരിമല എന്നല്ല, ക്ഷേത്രം എന്നല്ല, ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യൻസിന്റെയോ മുസ്ലിംസിന്റെയോ ക്ഷേത്രങ്ങളെന്നോ ആരാധനാലയെന്നോ എവിടെയും കൊള്ള നടക്കരുത്. അത് നമുക്ക് പറയാനേ പറ്റൂ, അതാണ് വേറെ കാര്യം. എല്ലായിടത്തും പല തരത്തിൽ പല ഇന്റൻസിറ്റിയിൽ കൊള്ള നടക്കുന്നുണ്ട്. കേരളത്തിനുള്ളതിൽ കുറവ്, പക്ഷെ കേരളത്തിൽ കൂടുതൽ തോന്നിക്കുന്ന കാര്യം എന്തുകൊണ്ടാ? കാരണം ഇവിടുത്തെ മീഡിയ ശക്തമാണ്, പോലീസുകാർ പിടിക്കും, പുറം ലോകം അറിയും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും അവിടെയാണ് കൂടുതൽ കൊള്ളാന്ന്. എന്നാലും കേരളം 100% പെർഫെക്റ്റ് നല്ല ഉദ്ദേശം, പറഞ്ഞ മനസ്സിലായി. ഏറ്റവും കുറവ് കൊള്ളയൊക്കെ നടക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ഉള്ളതിൽ പെർഫെക്റ്റ് കേരളം തന്നെയാണ്, അതിൽ സംശയമില്ല. അത് കേരളത്തിൽ പുറത്ത് പോയവർക്കും കുറച്ച് ബോധമുള്ളവർക്കും മനസ്സിലാവും, പറഞ്ഞ മനസ്സിലായ. പിന്നെ ഇതിനെന്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പല്ല് എല്ലാ ദിവസവും പല്ല് തേച്ച് ഹൈജീൻ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ പല്ലിൽ കേടുവരില്ല. അതുപോലെ തന്നെയാണ്, അതായത് നമ്മൾ കറക്റ്റായിട്ട് മീഡിയയും ഗവൺമെന്റ്സും ഇതിനെ മോണിറ്റർ ചെയ്തില്ലെങ്കിൽ ഏത് പാർട്ടി ഭരിച്ചാലും, അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും, ഏത് സംസ്ഥാനത്തും ഏത് സ്ഥലത്തും ഈ കള്ളത്തരം ഉണ്ടാവും. അതിന് വേണ്ടത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഗവൺമെന്റുകളെ ക്രിട്ടിസൈസ് ചെയ്യുക, അതുപോലെ തന്നെ മീഡിയ ശക്തമാക്കുക, ഫ്രീഡം ഓഫ് സ്പീച്ച് വെക്കുക,
ഇങ്ങനെയൊക്കെ മാത്രമേ ഇതിനെ നമുക്ക് ഒരു പരിധി വരെ തടയിടാൻ പറ്റുള്ളൂ. 100% ഒരു കൊള്ളയും നമുക്ക് തടയാൻ പറ്റില്ല. പിന്നെ മലയാളികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നപ്പോൾ എല്ലാവരും കോൺഗ്രസ്സുകാരും BJP-കാരും എല്ലാ മലയാളികളും സ്വർണം കട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള പാട്ട് പാടി ധൈര്യമായിട്ട് പാടി, ഒരു പ്രശ്നം ഉണ്ടായില്ല. ആ പാടിയവരുടെയൊക്കെ തല അവിടെ തന്നെയുണ്ട്. ഇപ്പൊ ഉത്തർപ്രദേശില് ഒരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ CPM അവിടെ ഇല്ല, കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പൊതുജനം ഈ കൊള്ളയ്ക്കെതിരെ ഒരു പാട്ട് പാടി നോക്കി. ഏത് വെള്ളിക്കട്ടതാരപ്പ BJP ആണേ ആരോ പറഞ്ഞ മനസ്സിലല്ലേ, ഇപ്പൊ അയ്യപ്പനാണോ ഏതപ്പനാന്ന് എനിക്കറിയില്ല. അവിടെ അങ്ങനെ ഒരു പാട്ട് പാടി നോക്കി. പാടില്ല. ആ പാടി കഴിഞ്ഞാൽ തലവടി ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായ അതിനുള്ളൊരു ധൈര്യം ഒരാൾക്കില്ല. ഇതൊക്കെ പാടാനും ഇതുപോലെ പ്രതിഷേധിക്കാനും പറ്റുന്നത് കേരളത്തിലായതുകൊണ്ടാണ്. പറഞ്ഞ മനസ്സിലായ അത് ആൾക്കാർ മനസ്സിലാക്കുക.